ശ്രീ വിനയചന്ദ്രൻ, പിണറായിസത്തിനെതിരെയാണ് PV അൻവറിൻ്റെ പോരാട്ടം. പക്ഷേ അത് സതീശനിസത്തിന് എതിരെ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണുന്നത്. തൻ്റെ UDF പ്രവേശം തടഞ്ഞ VD സതീശനെയാണ് അൻവർ മുഖ്യ ശത്രുവാക്കിയിരിക്കുന്നത്. പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുക വഴിയും സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടെ അൻവർ നിലമ്പൂരിൽ ആത്മഹത്യാപരമായ നിലപാടല്ലേ സ്വീകരിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം ഒരു ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ പല നിലപാടുകളും അദ്ദേഹം ഇടത് സ്വതന്ത്രനായി മത്സരിക്കുകയും പിന്നീട് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചെയ്തികൾ, അല്ലെങ്കിൽ സാധാരണക്കാരെ ദ്രോഹിക്കുന്ന ചില നിലപാടുകൾ എടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ഭരണവിരുദ്ധത നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലപാട് എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ അന്ന് UDFിലെ പല നേതാക്കന്മാരും ഇദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഫലമായി നിരവധി ചർച്ചകൾ നടന്നു. ആ ചർച്ചകളൊക്കെ നടന്നിട്ട് UDF കൂടി. UDF കൂടിയതിന് ശേഷവും ഇദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ പറഞ്ഞത് 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും എന്നായിരുന്നു. രണ്ടാഴ്ചയായിട്ടും അങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ടായില്ല എന്ന് മാത്രമല്ല, അപ്പോഴാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത്. UDF സഹയാത്രികനായി അങ്ങയെ കൂട്ടാമെന്ന് പറയുകയും അവിടെ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ഇന്ന ആളാണെന്ന് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കുകയെങ്കിലും ആകാമായിരുന്നു. അപ്പോൾ ഇന്നാരെ നിർത്തണം എന്ന് പറയാൻ ഒരു പക്ഷേ UDF സംവിധാനം അനുവദിക്കില്ലായിരിക്കാം. ഓക്കെ, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹം അറിയുന്നത് ഇനി ഒരു സഹയാത്രികനായി കൂടെ കൂട്ടിയിട്ട് പോലും ഇല്ല. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ അദ്ദേഹം പറയുന്നു, ഈ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ സാധാരണക്കാരന് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വിഷമതകൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹം പറയുന്നത് തൃണമൂലിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി നിന്നുകൊണ്ടാണ്. അന്ന് അദ്ദേഹം UDFിനകത്തോ അല്ലെങ്കിൽ UDFിൻ്റെ ഘടകകക്ഷിയോ UDFിൻ്റെ സഹയാത്രികനോ അല്ല. അങ്ങനെയിരിക്കെ അദ്ദേഹം പറയുന്നു, ഇനി ശ്രീ PV അൻവറിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കണം എന്ന് പറയുന്നു. എന്ത് ന്യായമാണുള്ളത്? അപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തെ ചതിക്കുക എന്ന ധാരണയോടുകൂടി മാത്രമാണ് മുന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തൻ്റേതായ ഒരു നിലപാടെടുത്താൽ ഘടകകക്ഷികൾ മിണ്ടാതിരിക്കും എന്ന് അദ്ദേഹം കരുതി. കാരണം മുസ്ലിം ലീഗ് പോലെയുള്ളവർ തുറന്നു പറയുവാനുള്ള സാഹചര്യം ഇല്ലാതാക്കി. കാര്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു. ഇനി അതിനകത്ത് നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് പോലും വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ കഴിയാത്ത രീതിയിലേക്ക്, ചതിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ഈ കാരണങ്ങളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് പുകയുന്ന കാര്യങ്ങൾ 23-ാം തീയതിക്ക് ശേഷം ഒരു പൊല്ലാപ്പിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക് കടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.